സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സമയമാണുള്ളത്. ഏത് സമയത്തും വരാമെന്നുള്ളൊരു അവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയൊരു വിശാലമായൊരു ലോകം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു കോർട്ട് ഓർഡർ വന്നിട്ട് പോലും ഇതിനെ മാനിക്കാത്തൊരവസ്ഥ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിപ്പോൾ കോർട്ട് ഓർഡർ വന്നു. ആദ്യത്തെ ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടികൾ നിരന്തരം പ്രിൻസിപ്പാളിനെ പോയി കാണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് മീറ്റിംഗ് ആണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമാണ് 3 ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടികൾ സമരം തുടങ്ങുന്നത്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞാനിപ്പം കഴിഞ്ഞിറങ്ങി. അപ്പോൾ അവർ സമരം തുടങ്ങി. ആദ്യത്തെ ദിവസം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്ന് പിറ്റേ ദിവസം മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മീറ്റിംഗ് വെച്ചതിന് ശേഷം അവർ കോടതി വിധിക്ക് പുല്ല് വില കൽപ്പിച്ച് പറഞ്ഞത് പാരൻസിനെ വിളിച്ച് പാരൻസിൻ്റെ മുന്നിൽ ഞങ്ങൾ സമയം തീരുമാനിക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം തീരുമാനിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതും പറ്റില്ല എന്ന് പറഞ്ഞ് 3-ാമത്തെ ദിവസം കുട്ടികൾ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് അവസാനം 8:30 എന്നൊരു സമയം അവർ എഴുതി ഒപ്പിട്ട് തന്നു. അതിനുശേഷം PTA മീറ്റിംഗ് വിളിച്ചിട്ട് അവർ ഇത് പ്രിൻസിപ്പാളിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എടുപ്പിച്ച ഒരു സമയമാണ്. ഇതിന് നമ്മൾ സമ്മതിക്കുന്നില്ല, 7 മണിയാണ് സമയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇന്നലത്തെ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനെ മാത്രം ഉള്ളിലാക്കി സ്റ്റുഡൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലും ഇല്ലാതെ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് വാതിലടച്ചൊരു ജനൽ പോലും തുറക്കാതെ അത്രയ്ക്ക് രഹസ്യമാക്കി നടന്നൊരു സാധനത്തിൻ്റെ ഔട്ട്പുട്ടാണ് ഈ 7 മണി എന്നുള്ളത്. അപ്പം ഈ 7 മണി എന്ന് പറയുന്നത് കുട്ടികൾ ആരും സമ്മതിച്ചിട്ടുള്ള കാര്യമല്ല. അവരുടെ യാതൊരു വിധത്തിലുള്ള സമ്മതവുമില്ലാതെ അവർ തീരുമാനമെടുത്ത് ഇന്ന് കോളേജിൽ അനൗൺസ് ചെയ്ത് ഒരു സർക്കുലർ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം തീരുമാനിക്കണമെന്ന് കോടതി പറഞ്ഞതിനെ പോലും ഇതാക്കി കോടതി വിധി പറയുന്നത് പോലെയല്ല, നമുക്കിവിടെ ഒരു വ്യവസ്ഥയുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത്. ഇവർ കുട്ടികൾ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഈ കോർട്ട് ഓർഡർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തീർച്ചയായിട്ടും ഇത് ചിന്തിക്കാം, ഈ സമയം പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ്. കാരണം മാറുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ കൂടുതൽ സമയം പുറമേ ചെലവഴിക്കാൻ പഠനകാര്യങ്ങൾക്കും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കാൻ സമയം കിട്ടേണ്ടത് ആവശ്യമാണ്. അത് തീർത്തും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗണ്യമായ നിലയിൽ ആ സമയം പുനഃക്രമീകരിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഞാൻ വെച്ച ഒരു നിബന്ധന, അത് രക്ഷകർത്താക്കളുമായി സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞ് ചെയ്യാം എന്നാണ്. അവർ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം പലതരത്തിലായിരിക്കും. ചിലർ ഇത്ര തന്നെ സമയം വേണ്ട എന്ന് പറയുന്നവരുണ്ടാകാം. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് അവരെ കൂടി ഈ കാര്യം അറിയിച്ചിട്ട് അവരുടെ ഒരു അഭിപ്രായം അറിയേണ്ടത് ന്യായമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികളോട് ഞാൻ പറഞ്ഞത് PTA മീറ്റിംഗ് വെച്ചിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഈ തീരുമാനം എടുക്കാം. പ്രിൻസിപ്പാളിനാണ് തീരുമാനം എടുക്കാനുള്ള അധികാരമെന്ന് ആ കോർട്ട് ഓർഡറിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രിൻസിപ്പാൾ ഏകപക്ഷീയമായിട്ട് പറയാൻ പ്രിൻസിപ്പാളിന് സാധിക്കില്ല. മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കോളേജിൻ്റെ ഉയർന്ന തലത്തിലുള്ള മാനേജ്മെൻറ്റിന് അവരെ അറിയിച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പേരൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മീറ്റിംഗ് നടത്തിയതിന് ശേഷമാണ്
ഇങ്ങനെ ഒരു സമയം പറയാൻ സാധിക്കുക, ക്രമീകരിക്കാൻ ഉള്ള ഓർഡർ എടുക്കാൻ സാധിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇന്നലെ ഞായറാഴ്ച പാരൻസിൻ്റെ മീറ്റിംഗ് ഉണ്ടായി. ഇവിടെ മുതിർന്ന അധ്യാപകർ, ഹോസ്റ്റൽ വാർഡൻ, പ്രിൻസിപ്പാൾ, സ്റ്റുഡൻസ് ഇല്ല. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അല്ല. സ്റ്റുഡൻസുമായിട്ടുള്ള മീറ്റിംഗ് അതിന് മുൻപ് നടത്തിയിരുന്നു. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പേരൻസിൻ്റെ പൊതു അഭിപ്രായം അനുസരിച്ച് ഒരു 6:30, 7 എന്നുള്ളതൊക്കെയാണ്. ചിലർ 6 എന്ന് പറഞ്ഞവരുണ്ട്, 5 എന്ന് പറഞ്ഞവരുണ്ട്. എത്ര പേരുണ്ടായിരുന്നു പാരൻസ് മീറ്റിങ്ങിൽ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ പേരൻസിനെയും നമ്മൾ അറിയിച്ചിരുന്നതാണ്. പക്ഷേ വന്നവർ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ആ വന്നവർ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഒരു ധാരണയിൽ എത്തുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ എത്തിയത് ഏകദേശം ഒരു 7 മണി എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. 7 മണിക്ക് ഇവിടെ ഹോസ്റ്റലിൽ, ഇവിടെ തൃശ്ശൂരിൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 7 മണിയൊക്കെ കഴിയുന്നതോടുകൂടി ഒരു 7, 7:30 ആകുമ്പോഴേക്കും ഗതാഗത സൗകര്യങ്ങൾ തന്നെ കുറച്ചൊക്കെ കുറവാകും. പിന്നെ അത് ഓരോ സന്ദർഭത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്തായാലും 7 മണി എന്ന് വെച്ചാൽ അത് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ ഒരു സമയത്തോടെ രക്ഷിതാക്കൾ ഓക്കെയാണോ? രക്ഷിതാക്കൾ തൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ അത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റിലേക്ക് ഞങ്ങൾ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു, 7 മണി എന്നുള്ളത്. അവരുമായിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു 7:30 എന്നുള്ള സമയമാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഗണ്യമായ ഒരു സമയമാറ്റമാണ്. കാരണം ഇതിനു മുൻപ് കേരളവർമ്മ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിൽ 3 ദിവസം 6 മണിയും 4 ദിവസം 4:30 ആണ്. അതിൽ നിന്നും ഗണ്യമായൊരു മാറ്റമാണല്ലോ എല്ലാ ദിവസവും 7:30 എന്നുള്ളത്. അത് കുട്ടികൾക്ക് ഫലപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുട്ടികളുടെ സ്വാതന്ത്ര്യം, കുട്ടികളുടെ ജനാധിപത്യപരമായ അവകാശം, അതിനെയൊക്കെ ഞാൻ മാനിക്കുന്നു. കോർട്ട് ഓർഡർ ഞാൻ മാനിക്കുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൃത്യമായ രീതിയിൽ തന്നെ പാലിക്കപ്പെടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം രക്ഷിതാക്കളെ കുറിച്ചുകൂടി ഒരു പരിഗണന വേണ്ടതാണല്ലോ, അവരുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ആ മീറ്റിങ്ങിൽ? ഇന്നലെ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിന് ആരെയും അകത്തോട്ട് കടത്തിവിടാത്തൊരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ കേരളവർമ്മയുടെ ചുമരുകൾ സൗണ്ട് പ്രൂഫ് അല്ല എന്നുള്ളത് അവർ മറന്നുപോയി. അങ്ങനെ ഒരു അബദ്ധം അവരുടെ കയ്യിൽ പറ്റിപ്പോയി. അപ്പോൾ ഇന്നലെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവർ ഇന്നലത്തെ എന്താ പറയുക മീറ്റിങ്ങിനെ കുറിച്ച് തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം 7 മണി എന്നതാണ്. ഇത് മറ്റ് രക്ഷിതാക്കളെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അറിയിക്കും. മറ്റൊരു PTA മീറ്റിംഗ് കൂടെ അതിൻ്റെ കൂടെ വിളിക്കുന്നതാണ്. ആ PTA മീറ്റിങ്ങിൽ ഹാജരാവാത്ത രക്ഷിതാക്കളുടെ മക്കൾക്ക് നെക്സ്റ്റ് അക്കാദമിക് ഇയർ മുതൽ അഡ്മിഷൻ കൊടുക്കില്ല. അങ്ങനെ ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി. പിന്നെ ഇന്നലത്തെ മീറ്റിങ്ങിൽ കംപ്ലീറ്റായി രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഫാൾസ് അലിഗേഷൻസ് അവിടെ നടത്തുകയുണ്ടായി. ഒന്ന്, ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിന് പുറകിൽ ഒരു വലിയൊരു റാക്കറ്റ് തന്നെയാണെന്നാണ് അവർ സ്ഥാപിച്ചത്. അവർ പറയുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ഇത്തരത്തിലുള്ളൊരു പെറ്റീഷൻ കൊടുക്കാൻ മാത്രം കാശ് കയ്യിൽ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അത്രയും അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് സ്വയം അവർ എംപവേർഡ് ആണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഒരു പ്രിൻസിപ്പാളിന് പോലും ഇല്ല. കേരളവർമ്മ പോലുള്ള പ്രബുദ്ധ കലാലയത്തിലെ പ്രിൻസിപ്പാൾ പോലും വിശ്വസിക്കുന്നില്ല. ഇവിടെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നമുക്ക് ആകെ വന്നിട്ടുള്ളത് 2000 രൂപയുള്ളൂ. അതും നമ്മുടെ ഒരു അധ്യാപികയാണ് നമുക്ക് ആ പൈസ തന്നിട്ടുള്ളത്. ആളുടെ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോഴും അതിന് മാത്രം എംപവേർഡ് ആണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇതിന് പുറകിലെ റാക്കറ്റ് ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത 2 കുട്ടികൾക്കെതിരെ, അതുപോലെ ഈ സമരമായി മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ഫാൾസ് അലിഗേഷൻസ് നടത്തിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രണ്ടാമത്തെ പെറ്റീഷണർ റിൻസ തസ്നയാണ്. കഴിഞ്ഞ ദിവസം PTA മീറ്റിങ്ങിൽ വെച്ച് നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ സിന്ധു മിസ് വളരെ ഒരു കഥാപ്രസംഗം പറയുന്ന അതേ രീതിയിൽ പറഞ്ഞിട്ടുള്ള നരേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇത്രയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിൻസ തസ്നയും മറ്റൊരു കുട്ടിയും കൂടെ ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവാണ് എന്ന വ്യാജേന ഇറങ്ങുകയും നമ്മുടെ കോളേജിനടുത്തുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ബിൽഡിങ്ങിനടുത്തെത്തുകയും അവിടെ നിന്ന് 10ഓളം പേർ വരുന്ന പുരുഷ ഹൂളിഗാൻസ് ഇവരെ കയറി ആക്രമിക്കാൻ വരികയും ഇവരവിടെ നിന്ന് സിന്ധു ടീച്ചറുടെ എന്താ പറയുക സഹായം
തേടി കരയുകയും സിന്ധു ടീച്ചർ വളരെ സാഹസികമായി പെട്ടെന്ന് തന്നെ വാച്ച്മാനെയും കൂട്ടി അവിടെ എത്തി ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നമ്മുടെ രക്ഷിതാക്കളെ ഇവരെ അറിയിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ബോയ്സ് ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? ഇപ്പോൾ ബോയ്സ് ഹോസ്റ്റലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഏത് സമയത്തും ബോയ്സിന് എൻ്റർ ചെയ്യാം. അപ്പം പെൺകുട്ടികൾക്ക് നേരെ മറിച്ച് ആവുന്നൊരവസ്ഥ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് പ്രിൻസിപ്പൽ പറഞ്ഞത് ബോയ്സ് ഹോസ്റ്റലിലെ സമയം ഇതേമാതിരി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പം ഗേൾസ് ഹോസ്റ്റലിൽ തരുന്ന പ്രിൻ്റഡ് റൂൾസ് ഒന്നും ബോയ്സ് ഹോസ്റ്റലിൽ കൊടുക്കുന്നത് വേറൊന്നുമാണ്. ബോയ്സ് ഹോസ്റ്റലിൽ കൊടുക്കുന്നത് മെസ്സിൻ്റെ ടൈമിങ്, ഫീസിൻ്റെ സ്ട്രക്ചർ, ഈ സാധനങ്ങൾ മാത്രമാണ്. ഗേൾസ് ഹോസ്റ്റലിലാണെങ്കിൽ ഒരു 2 പേജ് മുഴുവൻ റൂൾസ് മാത്രമാണ്. ഇന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത്തരം കാര്യങ്ങളാണ്. അപ്പം ഇത് തമ്മിൽ ഇത്രയും കാലമായിട്ട്, അതായത് UGCൻ്റെ റൂളുള്ള സ്ഥലത്ത് ഒരേ സമയം മാത്രമാണ് ഗേൾസ് ഹോസ്റ്റലിലും ബോയ്സ് ഹോസ്റ്റലിലും വെക്കാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റീൻ്റെ കാര്യം പറഞ്ഞ് ഗേൾസ് ഹോസ്റ്റലിൽ ഒരു സമയം ഒരു റെസ്ട്രിക്ഷനും വെക്കാൻ പാടില്ല എന്നുള്ള റൂളുള്ള സമയത്താണ് ഇത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴായാലും കോടതിയിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോളേജിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ സമയമാണ് ബോയ്സ് ഹോസ്റ്റലിൽ നടപ്പാക്കുന്നത് എന്നാണ്. അതായത് ഇതേ സമയം അവർക്ക് ആദ്യം പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു സാധനമേ ഇല്ല. അവരുടെ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം പോലും അവർക്കില്ല. ഇത് എങ്ങനെയായാലും നടപ്പിലാക്കാൻ പോകാത്തൊരു സാധനമാണ്. അവർ വെറുതെ അത് അവരുടെ ഇതിനു വേണ്ടി വാദിക്കുന്നു എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ ജഡ്ജ്മെൻറ്റ് വന്നിട്ട് ഇപ്പോൾ 1 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കോപ്പി കിട്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കൊരു 1 വീക്ക് കഴിഞ്ഞു. അപ്പോൾ കോപ്പി കിട്ടി പിറ്റേ ദിവസം തന്നെ നമ്മൾ പ്രിൻസിപ്പൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ പോയി മിസ്സിനോട് ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്, ആ ജഡ്ജ്മെൻറ്റ് കോപ്പി ആയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രിൻസിപ്പളുടെ അടുത്തോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളെ തീർത്തും അവഗണിക്കുന്ന രീതിയിൽ നിങ്ങൾ പിന്നെ വരൂ, നമുക്ക് തിങ്കളാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. പിന്നീട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. മാനേജ്മെൻറ്റിന് ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല, എങ്കിൽ മാത്രമേ നമുക്കിതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, അങ്ങനെയെല്ലാം പറഞ്ഞു. ഇതിൻ്റെ ആഫ്റ്റർ മാത്തായിട്ടാണ് കുട്ടികളെല്ലാവരും കൂടെ അന്ന് വൈകുന്നേരം തന്നെ സംഘടിച്ച് എന്താണ് നമ്മൾ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു ഇതിൽ കുട്ടികൾ അങ്ങനെ ഒരു ആദ്യം തുടക്കത്തിലൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലല്ല നമ്മൾ വിചാരിച്ചത്. കുട്ടികളെല്ലാവരും കൂടെ ആ രാത്രി ഒന്ന് ആസ്വദിക്കുക. എന്തായാലും കേരളോർമ്മ കാണാൻ ഏറ്റവും കൊള്ളാവുന്ന സമയം രാത്രിയാണ്. അപ്പോൾ അതൊന്ന് ആസ്വദിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. പുറത്തോട്ട് ഇറങ്ങി ഒരു 7 മണിയായപ്പോഴേക്കും നമ്മൾ ചോദിച്ചു, ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്, നമ്മുടെ ഹോസ്റ്റൽ റൂൾസ് നമ്മൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്കൊരു പ്രൊട്ടസ്റ്റായിട്ട് ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി. കുട്ടികളെല്ലാവരും പൂർണ്ണമായിട്ടും നമുക്ക് സപ്പോർട്ട് അറിയിച്ചു നിന്നു. അങ്ങനെ അന്ന് 8:30 വരെ കുട്ടികളെല്ലാവരും ആ സമരത്തിൽ തന്നെ തുടരുകയുണ്ടായത്. അന്ന് നമ്മുടെ വാർഡനായിട്ടുള്ള സിന്ധു ടീച്ചറും അതുപോലെ മുൻ യൂണിയൻ അഡ്വൈസറായിട്ടുള്ള പ്രമോദ് സാറും വന്ന് പിറ്റേ ദിവസം തന്നെ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി നമ്മുടെ കർഫ്യൂ മാറ്റാമെന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചു. ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളന്ന് പിരിഞ്ഞു പോയത്. പിറ്റേ ദിവസവും ഇതുപോലെയുള്ളൊരു ചർച്ച വെച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിളിച്ച് പറഞ്ഞത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം രക്ഷിതാക്കളുമായി ഒരു PTA മീറ്റിംഗ് നടത്തിയതിന് ശേഷം മാത്രമേ ഇതിലൊരു മാറ്റം വരുത്താനാവൂ. ഇവിടെ കുട്ടികളെ കൊണ്ട് ചേർത്തിയിരിക്കുന്നത് രക്ഷിതാക്കളാണ്. ഇവിടെ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ അതോ കോടതി വിധി വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും മാറ്ററേ അല്ല. നമ്മളെ കൊണ്ട് ചേർത്തിയിട്ടുള്ളത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ അറിയണം ഇങ്ങനൊരു കാര്യം. അതുകൊണ്ട് രക്ഷിതാക്കളുടെ തീരുമാനപ്രകാരം മാത്രമേ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റൂ എന്ന് പറഞ്ഞു. അതിൽ പിന്നീട് പ്രതിഷേധിച്ച് നമ്മളന്ന് വൈകുന്നേരം തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയ സമയത്ത് ഹോസ്റ്റൽ ഗേറ്റ് അടച്ചു, പുറത്തോട്ട് പോകരുതെന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളും നമ്മൾ സംഘടിച്ച എല്ലാ കുട്ടികളും തന്നെ ഗേറ്റ് എടുത്ത് ചാടിയിട്ടാണ് പിന്നെ പ്രതിഷേധിക്കാൻ വേണ്ടി പോയത്. അന്ന് രാത്രി 12 മണി വരെ നമ്മൾ ആ സമരം തുടർന്നു. 12 മണിക്ക് നമ്മുടെ പ്രിൻസിപ്പൽ നമ്മളെ ഫോണിൽ വിളിച്ച് പിറ്റേ ദിവസം തന്നെ കർഫ്യൂ മാറ്റുമെന്നും ഈ വിവരം രക്ഷിതാക്കളുടെ യോഗത്തിൽ അറിയിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നും മാനേജ്മെൻറ്റായിട്ട് രാവിലെ തന്നെ മീറ്റിംഗ് വെക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അന്ന് നമ്മൾ പിരിഞ്ഞുപോയി. ഈ തുടരെയുള്ള ഒരു വാഗ്ദാനങ്ങളും അവർ പാലിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായി പോരാട്ടത്തിന് ഇറങ്ങും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോടൊരു സമയം ചോദിച്ചു, എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം 8:30 ആയിരുന്നു. ആ സമയം അറിയിക്കാം, ആ സമയം പ്രിൻസിപ്പാളെ അറിയിക്കാം, അതിൻ്റെ പേരിൽ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടും അത് നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണതയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെല്ലാം ഒന്നടങ്കം വിദ്യാർത്ഥിനികൾ പ്രതിഷേധത്തിന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ചർച്ചയ്ക്ക് അന്ന് അവർ അവസരം ഒരുക്കുകയും മാനേജ്മെൻറ്റ് ഇതേ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇവിടെ തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥിനികളല്ല, രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മളോട് ഈവൻ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് കേരളോർമ്മ ഉള്ളത്. അപ്പോൾ മാനേജർ പറഞ്ഞത്
ഇതുപോലെ ഒരു ആവശ്യമായിട്ട് എൻ്റെ മകളാണ് മുന്നോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവളെ പുറത്തോട്ട് ഇറക്കാതെ വീട്ടിലിരുത്തുകയേ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് കേരളോർമ ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്? നിങ്ങൾക്ക് പുറത്ത് വല്ല ഹോസ്റ്റലിൽ നിന്നൂടെയെന്ന്. ഞങ്ങൾക്ക് മിനിയാന്ത് സമരത്തിലൂടെ ലാസ്റ്റായിട്ട് കിട്ടിയത് പ്രിൻസിപ്പാൾ 8:30 എന്നുള്ള സമയമാണ് സൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അത് നടപ്പിൽ വരുത്താമെന്നുള്ള ഉറപ്പിൻ്റെ വാഗ്ദാനത്തിലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്നൊരു ഇന്നലത്തെ പാരൻസ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. 7:30 എന്നുള്ളത് ടൈം മാറ്റി എന്നുള്ള രീതിയിൽ. ആ സമയം ഹോസ്റ്റൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ റെപ്രസെൻറ്റേറ്റീവ്സ് ഞങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിയിട്ടില്ലത്. അപ്പം ആ ഒരു സർക്കുലർ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായിട്ട് സെലിബ്രേഷൻ ആഘോഷിക്കുന്നുള്ള വിവരം സോഷ്യൽ മീഡിയ വഴിയൊക്കെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8:30 വരെ ഉള്ള സമയത്തിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. 7 മണി മുതൽ 8 മണി വരെ. അപ്പോൾ 8:30 ഹോസ്റ്റലിൽ കയറുന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സെക്യൂരിറ്റിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 വരെ ഇന്ന് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് തുറന്നിടും. നാളെ മുതൽ 7:30 വരെ 7:30 ഹോസ്റ്റൽ ഗേറ്റ് അടയ്ക്കുന്നുള്ളതാണ്. അതായത് ഇന്ന് 8:30 വരെ ഉള്ളത് ഇന്ന് മിക്കവാറും മാധ്യമങ്ങളും പിന്നെ അതേപോലെ തന്നെ സെലിബ്രേഷനും കുറേ പേരുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് തന്ന വാഗ്ദാനം പാലിക്കുന്നു എന്ന രീതിയിൽ 8:30 അത് ചെയ്യുന്നുള്ള രീതിക്കാണ് ആ ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. നാളെ മുതൽ 7:30 എന്നുള്ള സമയത്താക്കും. അപ്പോൾ നാളെ 7:30 ശേഷം ഹോസ്റ്റലിന് വെളിയിൽ ഇറങ്ങുന്ന കുട്ടികൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ പോകുന്നത് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൻ്റെ കാര്യമായിരുന്നു ഇവിടുത്തെ മെയിനായിട്ടുള്ള മറ്റൊരു പ്രശ്നം. അതായത് ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോളേജിൽ 2 കിണറുണ്ട്, ഹോസ്റ്റലിൽ 1 കിണറുണ്ട്. ഇവിടുത്തെ വെള്ളങ്ങളെല്ലാം വറ്റും. കിണർ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വെള്ളം പുറത്തുനിന്നൊന്നും കൊണ്ടുവരാറില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഹോസ്റ്റലിലെ ബാക്കിലൊരു കുളമുണ്ട്. അത് യൂസ് ചെയ്യാതെ ആകെ കാട് പിടിച്ച് കിടന്നിരുന്നൊരു കുളമാണ്. അതൊക്കെ അവർ വൃത്തിയാക്കി അതിന്ന് വെള്ളം അടിക്കാം എന്നുള്ളൊരു ഇതെടുത്തിരുന്നു. പക്ഷേ കുളം 2-3 തവണ വൃത്തിയാക്കിയാലും കുറേ കാലം ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് 2-3 തവണ വൃത്തിയാക്കിയിട്ടൊന്നും കുളത്തിലെ വെള്ളം ശരിയായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ആ വെള്ളം അടിച്ച് കയറ്റുകയും ഹോസ്റ്റലിലെ കുട്ടികൾക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ വെള്ളം നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്രാവശ്യം ഈ വർഷം ഇതുപോലെ ഫെബ്രുവരി മാസം ആയപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി അവർ പെട്ടെന്നൊരു ദിവസം കുളത്തുനിന്ന് വെള്ളം അടിച്ച് കയറ്റി. അപ്പോൾ നമ്മൾ വെള്ളം പെട്ടെന്ന് മാറിയപ്പോൾ ആകെ ചളിവെള്ളമാണ്. അതിനൊപ്പം വെള്ളം അടിച്ച് കയറ്റുന്നതിൻ്റെ അന്ന് തന്നെ ഇവരിതിൽ ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ ഇട്ടു. അത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് വെള്ളം സെഡിമെൻറ്റ് ചെയ്യാനൊന്നും വെക്കാതെ അപ്പം തന്നെ അടിച്ച് കയറ്റുകയാണ് ചെയ്തത്. അതോടുകൂടി കലക്ക വെള്ളത്തിൻ്റെ ഒപ്പം ബ്ലീച്ചിങ് പൗഡറിൻ്റെയും കൂടി പ്രശ്നമായപ്പോൾ നമ്മൾ പിറ്റേന്ന് തന്നെ പോയിട്ട് മിസ്സിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. നമ്മൾ വാർഡൻ്റെ അടുത്താണ് നമ്മൾ നേരിട്ട് പോയി സംസാരിക്കുന്നത്. ഹോസ്റ്റലിൽ മാറ്ററിൻ്റെ അടുത്ത് സംസാരിച്ചാൽ അവർ പറയും നിങ്ങൾ നേരെ വാർഡൻ്റെ അടുത്ത് പൊക്കോളൂ പറയും. നമ്മൾ വാർഡൻ്റെ അടുത്ത് പോയി. വാർഡൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ വെച്ച് വാർഡൻ ഞങ്ങളുടെ ഇവിടുത്തെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD കൂടിയാണ്. അവരന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഞങ്ങളോട് HOD അല്ല ഞങ്ങളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഞങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞാൻ വെള്ളം ഇപ്പം എത്തിക്കാം, നിങ്ങൾ ഹോസ്റ്റൽ ഫീസ് കുത്തനെ കൂടും, വെള്ളം പുറത്തുനിന്ന് എത്തിക്കാം, ഹോസ്റ്റൽ ഫീസ് കുത്തനെ കൂടും എന്നുള്ളതാണ്. അല്ലാതെ വെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളം തന്നെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള ഇതൊന്നും അല്ല അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ പിന്നെയുള്ളത് ഇവിടുത്തെ ലൈബ്രറിയുടെ കാര്യമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ലൈബ്രറി സമയം കൂട്ടണം. 3:30 ആകുമ്പോൾ ലൈബ്രറി അടയ്ക്കും. അപ്പോൾ നമുക്ക് ലൈബ്രറി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ 9:30 ലൈബ്രറി തുറന്നു കഴിഞ്ഞാൽ അതിനിടയിൽ 9:30 തൊട്ട് 3:30 വരെ തന്നെയാണ് ഞങ്ങളുടെ കോളേജ് ടൈമും ക്ലാസ്സിൻ്റെ ടൈമും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലൈബ്രറി പോവുക, പ്രോപ്പറായിട്ട് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുക എന്നുള്ള ഒരു സമയം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 2-3 തവണ പ്രിൻസിപ്പളിന് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ എടുക്കാമെന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞ് അതിനെ അവഗണിക്കുകയാണ് അവർ സ്ഥിരമായിട്ട് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ലൈബ്രറി സമരം എന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് നീങ്ങി. ഞങ്ങൾ കുറച്ച് കുട്ടികൾ ലൈബ്രറി പോയിട്ട് ഒരു ഇത് നടത്തുകയും ചെയ്തത്. പരാതി കൊടുത്തിട്ട് 4 മണി എന്നുള്ള സമയം 4 മണിയായിട്ട് ലൈബ്രറി ടൈം കൂട്ടി. ആകെ അരമണിക്കൂർ. പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്തിയിട്ടില്ല. പക്ഷേ പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കേരളോർമയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരുണ്ട്, മറ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും നമ്മുടെ ലൈബ്രറി ആക്സസിബിൾ അല്ല. നമ്മുടെ ലൈബ്രറി ഫംഗ്ഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഒരു റാമ്പ് സൗകര്യമോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി സൗകര്യമോ ഇപ്പോഴുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിഷ്വലി ചലഞ്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈബ്രറി ആവണം, അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈബ്രറി ആവണം എന്നെല്ലാം പറഞ്ഞ് നമ്മളൊരു വിദ്യാർത്ഥി കൂട്ടായ്മ നമ്മൾ പരാതി കൊടുത്തിരുന്നു. ഒരുപാട് കുട്ടികളുടെ ഒപ്പ് ശേഖരണം നടത്തി അങ്ങനെ പരാതി കൊടുത്തിരുന്നു. മാത്രമല്ല ഇപ്പോഴും
ഇപ്പോൾ സ്റ്റിൽ ഇന്നടക്കം കേരളോർമ്മ കോളേജ് ലൈബ്രറി ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു ലൈബ്രറിയൻ ഇല്ലാതെ വെറും 2 സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളെപ്പോൾ ചോദിക്കുകയാണ് മീൻസ് ലൈബ്രറി ടൈം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്റ്റാഫില്ല, ഞങ്ങൾ 2 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ്. അത് മാത്രമല്ല, നമ്മളോട് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ രവികൃഷ്ണൻ സാറ് ഇപ്പോൾ നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ പോയ സമയത്ത് ആളുണ്ടായിരുന്നു. ആൾ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ട് ലൈബ്രറിയനെ കൊണ്ടുപോകാം. ഇപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പഠിക്കാൻ മാത്രം വന്നാൽ പോരാ, ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ പോയി മാറ്റാനാണ്. ഞാൻ വന്ന കാലം മുതൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ദളിത് മുസ്ലിം വിരുദ്ധ സാധനങ്ങളുണ്ട്. ദളിത് കുട്ടികളുടെ സ്കോളർഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവർക്ക് ബേസിക്കലി ഭയങ്കര പുച്ഛാണ്. ഇതിൻ്റെ കാര്യത്തിൽ ഓരോ കുട്ടികൾക്കും ഓരോ മാസവും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് അല്ല കിട്ടുക. അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത് പോലത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുമ്പം ഇവിടുത്തെ സ്റ്റാഫ് തന്നെ, ഹോസ്റ്റലിലെ സ്റ്റാഫ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്നവരല്ലേ, അവരുടെ പൈസേനെക്കുറിച്ച് നമ്മളെന്തിനാണ് അവരോട് പറയുന്നത്, അത് വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നൊന്നും അല്ലല്ലോ എന്നാണ് ചോദിക്കാൻ പോയ കുട്ടികളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കേസ് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ഭയങ്കര സ്നേഹവും നല്ല ട്രീറ്റ്മെൻറ്റും ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇറ്റ്ഫോക്കിനൊക്കെ പോയിട്ടുണ്ട്, ഞാൻ 8 മണിക്കൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ റിൻഷ ആ കേസ് ഏറ്റെടുത്തതിന് ശേഷവും അതിന് മുൻപ് തന്നെ വാർഡൻ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിലാണ് റിൻഷേനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത് ആൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് കൂട്ടിക്കൊടുപ്പാണ് പണി. അവളെ പുറകിൽ ഏതോ റാക്കറ്റ് ഉണ്ട്, ഇതിന് മാത്രം പൈസ ആ കുട്ടിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഏതോ ഒരു സെക്സ് റാക്കറ്റ് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പാരൻസിൻ്റെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുക. അതേപോലെ പേഴ്സണലി നേരിട്ട് വിളിച്ച് സംസാരിക്കുമ്പോഴും ഹറാസ് ചെയ്യുക, ഈ വിധ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടാതെ റിൻഷയ്ക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മുസ്ലിം കുട്ടി ചെയ്യുന്നു എന്നുള്ള കാര്യമാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈവൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം കുട്ടികളാണല്ലോ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് അവരുടെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുട്ടികൾ എന്ന് വെച്ചാൽ അതിൽ 2-3 കുട്ടികൾ, ഇവർ 2-3 പേര് മുന്നിലുണ്ട്, ബാക്കി കുട്ടികളുണ്ട്. പക്ഷെ എന്നാലും അതുപോലെ നോക്കാതെ മുസ്ലിം കുട്ടികൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സംശയം. ഒന്നര വർഷം നീണ്ട പോരാട്ടത്തിലൂടെയാണ് കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിനികൾ വിവേചനപരമായ ഹോസ്റ്റൽ സമയ നിയന്ത്രണത്തെ ഒരു പരിധിവരെയെങ്കിലും മറികടന്നിരിക്കുന്നത്. എന്നാൽ കോളേജ് അധികൃതരും ദേവസ്വം ബോർഡ് മാനേജ്മെൻറ്റും ചേർന്ന് ചരിത്രപരമായ ഈ നേട്ടത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് സമരമുഖത്തുള്ള വിദ്യാർത്ഥിനികൾക്ക് ഭയമുണ്ട്. 2-3 വർഷ ബിരുദ വിദ്യാർത്ഥിനികളാണ് സമരത്തിലിറങ്ങിയവരിൽ പലരും. തങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കോളേജ് അധികൃതർ സമയ നിയന്ത്രണം പഴയ നിലയിലേക്ക് വെട്ടിച്ചുരുക്കും എന്ന ആശങ്ക ഇവർക്കുണ്ട്. അതിനാൽ നേടിയെടുത്ത സ്വാതന്ത്ര്യം സൂക്ഷിക്കാൻ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥിനികൾ.
അതിനനുസരിച്ച് ഫ്ലാഷ് ലൈറ്റും ക്യാൻഡിലും അത്